ഓണം ഫുൾ മൂഡ് വൈബിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിലിനിടയിലും സംസ്ഥാനത്തെ മദ്യശാലകൾക്ക് മുന്നിലെ തിരക്കിന് ഒട്ടും കുറവില്ല എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. മദ്യപന്മാർ ഹാപ്പിയായി വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ തിരികെ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് നമുക്ക് മദ്യവിൽപ്പനശാലകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പ്രധാനമായും കാണാൻ കഴിയുന്നത്. അതിൽ ജനപ്രിയ ബ്രാൻഡായിട്ടുള്ള ജവാൻ മുതൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓരോ ആളുകളും ഓരോ മൂഡിലേക്കൊക്കെ ഇതിനോടകം തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. നാളെ തിരുവോണ ദിനമാണ്. നാളെ സംസ്ഥാനത്ത് ബാറുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബെബ്കോ ഔട്ട്ലെറ്റുകൾ അവധിയാണ്. മാത്രമല്ല കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവിൽപ്പനശാലകളും അടഞ്ഞു തന്നെ കിടക്കുകയും ചെയ്യും. ചതയ ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ബാറുകൾ ഉൾപ്പെടെ മദ്യശാലകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കണക്കുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 6 ദിവസത്തെ മാത്രം ബെബ്കോയിലെ വിൽപ്പന അത് 512.11 കോടി രൂപയാണ് എന്നുള്ള കണക്കുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 460.80 കോടി രൂപയായിരുന്നു. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 52 കോടിക്ക് അടുത്ത് വർധനയാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. സംസ്ഥാനത്ത് ഓണം എത്തുന്നതിന് മുൻപ് തന്നെ നേരത്തെയുള്ള കണക്കുകൾ ഇങ്ങനെ പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഉത്രാട ദിനത്തിൽ വിൽപ്പന പൊടിപൊടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിത്യോപയോഗ സാധനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളും വാങ്ങാൻ ആളുകൾ പുറത്തിറങ്ങുന്ന ദിവസമാണ്. അത്തപ്പൂക്കളം ഒരുക്കണം, സദ്യവട്ടം തയ്യാറാക്കണം, അങ്ങനെ പുത്തൻ ഉടുപ്പ് വാങ്ങണം. അതിനൊപ്പം തന്നെ മദ്യപന്മാർക്ക് മദ്യം മേടിക്കാതെ ഇന്ന് പോകാൻ കഴിയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് വിൽപ്പന ഇന്നുണ്ടാകും. രാത്രി വൈകിയും ഏതായാലും മദ്യഷോപ്പുകൾ പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത് കൃത്യമായി. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ വലിയ കളക്ഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ബെബ്കോയ്ക്ക് നിലവിലുള്ളത്. ഇന്നത്തെ കണക്ക് ഏതായാലും സ്വാഭാവികമായും ഞെട്ടിക്കുന്നത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ശനിയാഴ്ച മാത്രം 102.88 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നിട്ടുണ്ട് എന്നതുകൂടി പ്രധാനപ്പെട്ട വിവരമായി പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഉത്രാടപ്പാച്ചിലിൽ മദ്യപന്മാർ ഫുൾ മൂഡ് ഓണാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷ പരിപാടികളുണ്ട്. ഈ മദ്യപിച്ചുകൊണ്ട് ഓണം വാരാഘോഷ പരിപാടികൾക്കൊന്നും തടസ്സം നിൽക്കരുത്, ആളുകളെ ശല്യപ്പെടുത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. മദ്യം കഴിക്കാം, പക്ഷേ അത് പൊതുശല്യം ഉണ്ടാകാത്ത തരത്തിൽ വേണം ഉപയോഗിക്കാൻ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.